സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവില്ല. ഇന്നലെ മാത്രം പനി ബാധിച്ച് 11 പേർ മരിച്ചു. 12,204 പേരാണ് ഇന്നലെ പനി ബാധിച്ച് ചികിത്സ തേടിയത്. തിരുവനന്തപുരത്ത് 4 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, എന്തൊക്കെയാണ് ഈ പനിക്കണക്കുകളായി പുറത്തു വരുന്നത്? കൂടാതെ തിരുവനന്തപുരത്തെ ഈ കോളറ വ്യാപനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരങ്ങളും എന്തൊക്കെയാണ്? വേണു, ഈ പനി കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 12,000-ലധികം പേർ പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. ഇതിൽ 173 പേർക്ക് ഡെങ്കിയാണ്. 11 പേർ പനി ബാധിച്ചു മരിക്കുകയും ചെയ്തു. തലസ്ഥാനത്ത് ഇന്നലെ 4 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചത്. അതോടെ ആകെ കോളറ ബാധിച്ചവരുടെ എണ്ണം 11ആയി. നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിലാണ് കോളറ ബാധിച്ചവരുടെ എല്ലാവരും ഉള്ളത്. ഇവരെല്ലാവരും ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ കേന്ദ്രത്തിലാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ പേർക്ക് കോളറ ബാധിക്കുകയാണെങ്കിൽ അവിടെ പ്രവേശിച്ച് ചികിത്സ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട്. ഈ കെയർ ഹോമിന് സമീപത്തുള്ള ജലാശയങ്ങളിൽ നിന്ന് സാമ്പിളുകളും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് ഇതുവരെയ്ക്കും കണ്ടെത്താനായിട്ടില്ല. ഇവിടുത്തെ അന്തേവാസികൾ ചിലർ വീടുകളിലേക്കും മറ്റും മടങ്ങിപ്പോയിരുന്നു. ഇവരുടെ വീടുകളിലുള്ളവരെയും ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ തലസ്ഥാനത്ത് മറ്റ് കോളറ കേസുകളൊന്നും നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. സംശയാസ്പദമായി നിലവിൽ ഈ ഐരാണിമുട്ടത്ത് 11 പേരാണ് കോളറ സ്ഥിരീകരിച്ച 11 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സ് ഇന്നലെ യോഗം ചേർന്നിരുന്നു. എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.